കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോൾ പായൽ പൊതിഞ്ഞ വസ്തുക്കൾ കണ്ടെത്തി. ഉള്ളിൽ മൃതദേഹമാണെന്നാണ് ഉയർന്ന സംശയം. സംഭവത്തിൽ കരിക്കോട്ടക്കരി പോലീസ് അന്വേഷണം തുടങ്ങി. ദുരൂഹതയുണ്ടെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. പള്ളിയിലെ ദുരൂഹമായിട്ടുള്ള സംഭവം കാണുന്നത് ഒരു 6 ദിവസം മുമ്പ് ഈ ഇടപെട്ട ഒരു വ്യക്തി മരണപ്പെട്ടായിരുന്നു. മരണപ്പെട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തിക്കുള്ള കല്ലറ അത് പള്ളിയിൽ നിന്നാണ് ഇന്ന കല്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് ചെന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടിയ അവസ്ഥയിലൊരു രൂപം ഇത് കാണുന്നത്. ഇതിനകത്ത് 2 ബോഡിയുടെ ലക്ഷണമാണ് കാണുന്നത്. അവിടെയാണ് ആകെ ഒരു ദുരൂഹത തോന്നുന്നത്. 2 ബോഡി, ഒന്ന് പായ്ക്കകത്ത് പൊതിഞ്ഞതും ഒന്നല്ലാത്തതും. ഈ പായ്ക്കകത്ത് പൊതിഞ്ഞ ബോഡി എങ്ങനെ വന്നെന്നുള്ളതാണ് സംശയം. അത് വല്ലാത്തൊരു ദുരൂഹത തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. അത് ആയില്ല, അത് പോലീസാണ് സ്ഥിരീകരിക്കുന്നത്, നമ്മളല്ല. നമുക്കതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാടിൽ പായ്ക്കകത്ത് കിട്ടിയ ഒരു കല്ലറ മറ്റൊരു വസ്തു വരേണ്ട വിഷയമില്ല. പള്ളിയിൽ നിന്നാണ് പോലീസിനെ വിവരം അറിയിച്ചതെന്ന് വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പറഞ്ഞു. 13-ാം തീയതി ഇവിടെ ഒരു അടക്ക് നടന്നു. അന്ന് ദിവസം ഈ ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടി രാവിലെ കല്ലറ തുറന്നപ്പോൾ ഞങ്ങളുടെ കൈക്കാരന്മാർ 2 പേര്, ഇതുമായിട്ട് സഹായിക്കുന്ന 2 പേര്, പിന്നെ മരിച്ച വ്യക്തിയുടെ ആയിട്ട് ബന്ധപ്പെട്ട 2 പേര്, അങ്ങനെ ടോട്ടൽ 6 പേര് ചേർന്ന് കല്ലറ തുറന്നപ്പോൾ സാധിക്കുന്നത്. പ്രദേശവാസികളും ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ആരോപിക്കുന്നത്. പള്ളിയിൽ നിന്നാണ് പോലീസിനെ വിവരം അറിയിച്ചത്. വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വലിയൊരു ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പ്രതികരിക്കുന്നത്. പായൽ പൊതിഞ്ഞ വസ്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഉള്ളിൽ മൃതദേഹമാണ് എന്നാണ് നിലവിൽ ഉയരുന്ന സംശയം.